ിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. നിങ്ങൾക്ക് USS എക്സാമിന്റെ ഒന്നാമത്തെ സീരീസ് നിങ്ങൾ കഴിഞ്ഞ തവണ കണ്ടിട്ടുണ്ടാവും. ഇത് രണ്ടാമത്തെ സീരീസ് ആണ്. അത് കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണുക. കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാക്കുന്നതിന് നിങ്ങൾക്കത് സഹായിക്കും. പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങൾക്ക് ഇവിടെ 5 ചോദ്യങ്ങൾ ഒന്നിച്ച് കാണാൻ കഴിയും. അപ്പോൾ നിങ്ങൾ ആദ്യം വീഡിയോ പോസ് ചെയ്ത് ഓരോ ചോദ്യത്തിൻ്റെ ഉത്തരം സ്വയം കണ്ടുപിടിക്കാൻ നോക്കുക. അപ്പോൾ ആൻസർ കിട്ടാത്ത ചോദ്യങ്ങളുണ്ടെങ്കിൽ വീഡിയോ തുടർന്ന് കണ്ട് അതിൻ്റെ സ്റ്റെപ്പുകളും കാര്യങ്ങളും എളുപ്പത്തിൽ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കി വ്യക്തമാക്കി പഠിക്കുക. അപ്പോൾ നമ്മൾക്കൊരു കാര്യങ്ങൾ അറിയാത്തതുണ്ട് എന്നും അവ എങ്ങനെയാണ് മനസ്സിലാക്കാൻ കഴിയുക എന്നും കൂടി ബോധ്യപ്പെടുത്തുന്ന രീതിയിലാണ് വീഡിയോ ക്രമീകരിച്ചിട്ടുള്ളത്. ഈ ചാനൽ ആദ്യമായി കാണുന്ന കുട്ടികളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മടി കാണിക്കരുത്. കാരണം ഒരുപാട് വീഡിയോസ് ഇനി അപ്ലോഡ് ചെയ്ത് നിങ്ങൾക്ക് കിട്ടും. നോട്ടിഫിക്കേഷൻ ആയിട്ട് വരേണ്ടതാണ്. സമയം കളയാതെ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. നിങ്ങൾക്ക് എല്ലാ ചോദ്യങ്ങളെയും ഒന്ന് നോക്കി പോകാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു കച്ചവടക്കാരൻ സാധനത്തിന്റെ വില 10% കുറച്ചു. ഷോപ്പ് കീപ്പർ അതിന്റെ പ്രൈസ് 10% റെഡ്യൂസ് ചെയ്തു. ഇനിയിപ്പോൾ അയാൾക്ക് ആ പഴയ വില തന്നെ ആക്കണമെങ്കിൽ എത്ര പെർസെൻറ്റേജ് ഇൻക്രീസ് ചെയ്യണം, എത്ര പെർസെൻറ്റേജ് വർദ്ധിപ്പിച്ചാലാണ് പഴയ വില തന്നെ ആവുക എന്നുള്ളതാണ്. പല കുട്ടികൾ ആൻസർ എഴുതുക 10% കുറച്ചു, അപ്പൊ ഇനി എത്ര ശതമാനം കൂട്ടണം എന്ന് ചോദിച്ചാൽ 10% തന്നെ 10% തന്നെ എന്ന് എഴുതും. പക്ഷെ ആൻസർ തെറ്റാണ്. ശതമാനത്തിൽ നമ്മൾ സാധാരണ പറയുന്നത് പോലെ 10 രൂപ വാങ്ങി 10 രൂപ കൊടുത്തു എന്ന് പറയുന്ന രീതിയിൽ ശതമാനത്തിൽ ചിലപ്പോൾ ശരിയാവില്ല. അപ്പൊ ഇത് എങ്ങനെ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ നമ്മൾക്ക് ഒരു കാര്യം ചെയ്യാം. സാധനത്തിന്റെ വില നമുക്കറിയില്ല, 10% കുറച്ചു എന്നേ നമുക്കറിയുള്ളൂ. അപ്പൊ സാധനത്തിന്റെ വില 100 രൂപയാണ് എങ്കിൽ അയാള് ആദ്യം 10% കുറച്ചുവല്ലോ. അപ്പോ എത്രയായിട്ടുണ്ടാവും? 100ന്റെ 10% 10 രൂപ. അപ്പൊ 10 രൂപ കുറച്ചിട്ടുണ്ടാവും. അപ്പൊ എത്രയായിട്ടുണ്ടാവും? അത് 90 രൂപയായിട്ടുണ്ടാവും. സംബന്ധിച്ചല്ലോ, 100ന്റെ 10% കുറഞ്ഞാൽ 90. അപ്പൊ 100 എത്രയായി? 90ആയി. അതായത് 10 രൂപ ഇവിടെ കുറഞ്ഞു. അപ്പോ ഇനി എത്ര വർദ്ധിപ്പിക്കണം? അതായത് ഇപ്പം ഈ 10 90-ലുള്ളത് അതിനെ വീണ്ടും 100ലേക്ക് ആക്കാൻ എത്ര വർദ്ധിപ്പിക്കണം എന്നുള്ളതാണ്. അതിനെ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യുന്നത് 10 ഈ ഡിഫറൻസ് ഡിവൈഡഡ് ബൈ ഈ മാറിയ വില 90 ഇൻറ്റു 100% ആണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് ആ ഡിഫറൻസ് ബൈ 90 ഇൻറ്റു 100%. ഓക്കെ, ഇനി നിങ്ങൾക്കൊരു ഡൗട്ട് വരും. 10/100 എടുത്തു കഴിഞ്ഞാൽ 10/100 എടുത്തു കഴിഞ്ഞാൽ 10% ആണ് വരിക. 10/100 എടുക്കുമ്പോൾ 100ൽ 10 കുറഞ്ഞതാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇവിടെ വരുന്നത് 10 കുറഞ്ഞ് 90ആയി. ഇനി ഈ 90ൽ 10 എന്ന് പറയുന്നത് 100ലേക്ക് എത്താൻ വേണ്ടിയിട്ട് 100%ലേക്ക് എത്ര വർദ്ധിപ്പിക്കണം എന്നുള്ളതാണ്. ഇവിടെ നോക്കൂ നിങ്ങൾ, 0 നമുക്ക് കട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 1 ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 9 ഇവിടെ ഉണ്ട്. ഡൗട്ട് ഒന്നും ഇല്ലല്ലോ. അപ്പൊ 100നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. നമുക്ക് 10ൽ 199 10 10ൽ 1 9 കിട്ടും നമുക്ക് ഡിവൈഡഡ് ബൈ 1. അപ്പൊ ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം? 100/9 എന്ന് പറയുന്നത് നമുക്ക് കോഷ്യന്റ് ഹരണഫലം 11, റിമൈൻഡർ 1, 11/9 1/9 പെർസെന്റേജ് ഇവിടെ ഉണ്ടല്ലോ, ഈക്വൽ ടു 11 1/9%. അതായത് ഇത് 100/9%. അപ്പൊ 11 1/9% വർദ്ധിപ്പിച്ചാൽ എന്ത് സംഭവിക്കും? ഈ 90 എന്ന് പറയുന്നത് എത്രയായിട്ട് മാറും? 100ആയിട്ട് മാറും. അതായത് 90നെ 111 1/9% കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അത് നമുക്ക് 100 എന്ന് കിട്ടും. 11 1/9% വർദ്ധിപ്പിക്കണം എന്നാണ്. അപ്പൊ എത്രയാവും? 90ന്റെ ഇനി എത്രയാവണം? 90 ഇൻറ്റു 111 1/9 ആവും. 111 1/9 എന്ന് വരും. ഓക്കെ, അപ്പൊ നമുക്ക് 100 എന്ന് പറയുന്ന വില കിട്ടും. ചെയ്ത രീതി മനസ്സിലായി. 100 90ആയി, 10 കുറഞ്ഞു. അപ്പൊ ഈ 90ൽ 10 എന്ന് പറയുന്നത് 100%ലേക്ക് മാറ്റുമ്പോൾ നമുക്ക് 11 1/9% കിട്ടും. ഓക്കെ, പെർസെൻറ്റേജുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റൊരു വ്യത്യസ്തതയുള്ള ഡിഫറെന്റ് ടൈപ്പ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യനാണ്. 8 ആപ്പിളിന്റെ സെല്ലിംഗ് പ്രൈസ്, 8 ആപ്പിളിന്റെ വിറ്റ വില 9 ആപ്പിളിന്റെ കോസ്റ്റ് പ്രൈസ്, 9 ആപ്പിളിന്റെ വാങ്ങിയ വിലക്ക് തുല്യം. ഈ ക്വസ്റ്റ്യൻ നമ്പർ അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂഷൻ ആക്കാൻ ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ ഇത് നമുക്ക് വളരെ ഈസി ആയി ചെയ്യാൻ പറ്റും. എന്തുകൊണ്ടാണ്?
ഏതോ ഒരു നമ്പർ ആപ്പിളിന്റെ വിറ്റ വിലയും ഏതോ ഒരു നമ്പർ ആപ്പിളിന്റെ വാങ്ങിയ വിലയും തുല്യമാണ്. അപ്പൊ വിറ്റ വിലയും വാങ്ങിയ വിലയും ഈക്വൽ ആവുമ്പോഴാണ് വരുന്നത്. അപ്പൊ ഇതിന്റെ ആൻസർ പ്രോഫിറ്റ് പെർസെന്റേജ് കണ്ടുപിടിക്കാൻ എളുപ്പ വഴി ഇവയുടെ ഡിഫറൻസ് ദാ നോക്കിക്കോളൂ. ഇങ്ങനെയുള്ള ചോദ്യം വരുമ്പം ഇതിന്റെ ആൻസർ ഡിഫറൻസ് ബൈ സ്മോൾ നമ്പർ ഇൻറ്റു 100% അതിന്റെ ആൻസർ ആയി. അപ്പോൾ ഞാൻ എങ്ങനെയാണെന്ന് എക്സാമ്പിളിലൂടെ പറഞ്ഞു തരാം. പരീക്ഷയ്ക്ക് വരുമ്പോൾ വളരെ എളുപ്പത്തിൽ ചെയ്യാം. ഡിഫറൻസ് പറഞ്ഞാൽ വ്യത്യാസം. അപ്പൊ എത്ര വരും നമുക്ക് ഇവിടെ 9 - 8 അവയുടെ വാല്യൂവിന്റെ ഡിഫറൻസ് ബൈ സ്മോൾ നമ്പർ എത്ര വരിക 8 ഇൻറ്റു 100% ആണ് വരിക. അപ്പൊ നമുക്ക് ആൻസർ കിട്ടും 9 8 പോയാൽ 1/8 ഇൻറ്റു 100%. അപ്പൊ നമുക്ക് എഴുതാം 100/8%. 100/8 എന്ന് പറയുമ്പോൾ 100നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 1 8 8 ബാക്കി 2 20 2 8 16 ബാക്കി എത്ര 4. അപ്പൊ നമുക്ക് ആൻസർ വരല് 12 4/8. കണ്ടില്ലേ 12 4/8 കറക്റ്റ്. ഈ 4/8 നമുക്ക് എങ്ങനെ എഴുതാം 1/2 എഴുതാലോ 4/8. അപ്പൊ ആൻസർ കിട്ടും 12 1/2%. നമുക്ക് അതിന്റെ ആൻസർ കിട്ടും. ആൻസർ 12 1/2%. ഓക്കെ, ഇതാണ് വിറ്റ വിലയും വാങ്ങിയ വിലയും ഈക്വൽ എന്ന് പറയുമ്പോൾ ഡിഫറൻസ് ബൈ സ്മോൾ നമ്പർ. അപ്പോ ഈ സ്മോൾ നമ്പർ വരെ എപ്പോഴാണ് അതിന്റെ ലാർജ് നമ്പർ വരിക, വലിയ വില വരില്ല വെച്ചാല് ലോസ് പെർസെന്റേജ്. അതും കൂടെ കുട്ടികൾ അവിടെ സൈഡിൽ എഴുതി വെച്ചോ. ലോസ് പെർസെന്റേജ് ആണ് ചോദിച്ചത് എങ്കിൽ ലോസ് പെർസെന്റേജ് ആണ് ചോദിച്ചത്, നഷ്ടശതമാനം ആണ് ചോദിച്ചത് എങ്കിൽ എന്താ എഴുതേണ്ടത് അറിയോ? അതും ഡിഫറൻസ് തന്നെ. ഡിഫറൻസ് ബൈ വലിയ നമ്പർ ലാർജ് നമ്പർ ലാർജ് നമ്പർ ഇൻറ്റു 100%. ഓക്കെ, ഡിഫറൻസ് ബൈ ലാർജ് നമ്പർ ഇൻറ്റു. അപ്പൊ എന്താ വ്യത്യാസം ഉള്ളത്? ലോസ് ആണെങ്കിൽ താഴെ ലാർജ് വരും, പ്രോഫിറ്റ് ആണെങ്കിൽ താഴെ സ്മോൾ വരും. കാരണം താഴെ സ്മോൾ വരുമ്പോഴാണ് നമ്പറിന് വലിയ വാല്യൂ വരിക അല്ലേ? ഇപ്പൊ 1/2 എന്ന് പറഞ്ഞതും 1/4 എന്ന് പറയുന്നതും ഏതാണ് നമുക്ക് വലിയ വാല്യൂ വരിക? 1/2 ആണ് വരിക, ചെറിയ നമ്പർ ഡിനോമിനേറ്റർ വരുമ്പോൾ. അതുകൊണ്ട് അത് ഓർമ്മിച്ചാൽ മതി, സ്മോൾ നമ്പർ. ഇനി ഇത് എങ്ങനെയാണ് ഇത് ശരിയാവുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു തരാം. ഓക്കെ, നോക്കൂ കുട്ടികളെ. 8 ആപ്പിളിന്റെ സെല്ലിംഗ് പ്രൈസും 9 ആപ്പിളിന്റെ കോസ്റ്റ് പ്രൈസും ഈക്വൽ. അത് നമുക്ക് അറിയില്ല. അതിന് വേണ്ടിയിട്ട് ഞാൻ ഗസ് ചെയ്യുന്നു 8 ആപ്പിളിന്റെ സെല്ലിംഗ് പ്രൈസ് 72 രൂപയാണെന്ന് വിചാരിക്കും. അപ്പൊ നിങ്ങൾ ചോദിക്കും എങ്ങനെയാണ് 72 എടുത്തത്? 72 എടുത്ത് എഴുതിയുള്ളൂ. 8ഉം 9ഉം പോകുന്ന ഏറ്റവും ചെറിയ നമ്പറിനെ എടുത്തു. അതായത് ഇതിന്റെ LCM വരുന്ന മാതിരി നമ്പർ എടുത്തു. കാരണം 72 എടുത്താൽ 72നെ 8 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റും, 72നെ 9 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് 72 എടുത്തത്. 72നെ എടുക്കണമെന്നില്ല, 144 എടുക്കാം കേട്ടോ. ഓക്കെ, അപ്പോ 8 ആപ്പിളിന് 72. ഇത് ഗസ് ആണ്, എസ്യൂം ആണ്. ഓക്കെ, മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞതാണ്. ഓക്കെ, 8 ആപ്പിളിന് 72 ആകുമ്പോൾ ഒരു ആപ്പിളിന് എത്രയുണ്ടാവും വില? ഒരാപ്പിളിന്റെ സെല്ലിംഗ് പ്രൈസ്, ഒരാപ്പിളിന്റെ സെല്ലിംഗ് പ്രൈസ് വിറ്റ വില എത്രയുണ്ടാവും? 8 ആപ്പിളിന് 72 ആകുമ്പോൾ ഒരാപ്പിളിന് 9 രൂപ. സംശയമൊന്നുമില്ലല്ലോ. ഇനി 9 ആപ്പിളിന്റെ കോസ്റ്റ് പ്രൈസും അതും എത്ര വരും? 72 വരുമല്ലോ, രണ്ട് ഈക്വൽ അല്ലേ? അപ്പൊ 9 ആപ്പിളിന്റെ കോസ്റ്റ് പ്രൈസ് 72 ആണെങ്കിൽ ഒരാപ്പിളിന്റെ ഒരാപ്പിളിന്റെ കോസ്റ്റ് പ്രൈസ് എത്ര വരും? 9ന് 72 ആണെങ്കിൽ ഒരാപ്പിളിന് വരല് 8. ഇത് കോസ്റ്റ് പ്രൈസ് ആണ്. അപ്പൊ ലാഭം, ഒരാപ്പിളിന് വരുന്ന ലാഭം എത്ര കിട്ടും നോക്കിയാൽ? വിറ്റ വില 9, വാങ്ങിയ വില 8. അപ്പൊ പ്രോഫിറ്റ് ലാഭം എത്ര കിട്ടി നമുക്കത്? ലാഭം കിട്ടുന്നത് 1. 9 8 കുറച്ചല്ലേ. ഇനി പ്രോഫിറ്റ് പെർസെന്റേജ് ചെയ്താലോ? എന്താണ് പ്രോഫിറ്റ് പെർസെന്റേജ് പറഞ്ഞാൽ എന്താ വരിക? പ്രോഫിറ്റ് പെർസെന്റേജ് എന്ന് പറഞ്ഞാല് പ്രോഫിറ്റ് ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100%. മലയാളത്തിൽ പറഞ്ഞാല് ലാഭം ബൈ വാങ്ങിയ വില ഇൻറ്റു 100%. ലാഭം എത്ര? 1. കോസ്റ്റ് പ്രൈസ് എത്ര? കോസ്റ്റ് പ്രൈസ് 8 ഇൻറ്റു 100%. പ്രിയപ്പെട്ട കുട്ടികളെ, ഇത് തന്നെയല്ലേ നമുക്ക് ഇവിടെ കിട്ടിയത്? കറക്റ്റ്. ഇങ്ങനെ ചെയ്യുന്നതിന് പകരമുള്ള എളുപ്പ വഴിയാണ് ഡിഫറൻസ് ബൈ സ്മോൾ നമ്പർ ഇൻറ്റു 100% എന്ന് പറയുന്നത്. ഓക്കെ, ഇങ്ങനെ കിട്ടുന്നില്ലെങ്കിൽ അതിന്റെ LC എടുത്തിട്ട് ഓരോന്നിന്റെ വില കണ്ടുപിടിച്ചിട്ട് നമുക്ക് അങ്ങനെയും കണ്ടുപിടിക്കാം. തേർഡ് ക്വസ്റ്റ്യൻ, √3 ⁻n = 729 ആയാൽ n എത്രയാണ്?
പ്രിയപ്പെട്ട കുട്ടികളെ, ഇങ്ങനെ പ്രോബ്ലം വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം 3n ആവുമ്പോൾ ഈ നമ്പറിനെ 3യുടെ പവറിൽ എഴുതാൻ കഴിയണം, 3ന്റെ പവറിൽ എഴുതാൻ കഴിയണം. അപ്പൊ അത് നിങ്ങൾക്ക് ചിലപ്പോൾ ഓർമ്മയുണ്ടാവില്ല 3ന്റെ എത്രയാണ് പവർ എന്ന്. പക്ഷെ ഇത് 9ന്റെ പവറിൽ നിങ്ങൾക്ക് എല്ലാവർക്കും എഴുതാൻ പറ്റും. കാരണം എന്താ, 9 × 9 81 81 × 9 729. അപ്പൊ 9ന്റെ ക്യൂബാണ് 729. ഓക്കെ, അപ്പൊ ഇതിന് പകരം എത്ര എഴുതാം, 9ന്റെ ക്യൂബ് എഴുതാം. ഇനി 9നെ എയിലേക്ക് മാറ്റാം, 3ന്റെ എയിലേക്ക് മാറ്റാം. അപ്പൊ 3^3 എന്ന് എഴുതാം. എഴുതാലോ, 3^9 അപ്പൊ നമുക്ക് എത്ര കിട്ടും, 3^2 × 3 വരുമല്ലോ, ഈക്വൽ ടു 3^6. അപ്പൊ നമ്മൾക്ക് കിട്ടി √3n = 3^6. ഇവിടെ നിങ്ങൾ ഓർമ്മിക്കേണ്ട ഏറ്റവും വലിയ കാര്യം, ഒരു റൂട്ടിന്റെ ഉള്ളില് ഒരു കൃതിയുള്ള നമ്പർ വന്നു കഴിഞ്ഞാൽ ഈ കൃതിയുടെ നേരെ പകുതിയാണ് ഇവിടെ ആൻസർ വരിക. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഇതിന്റെ നേരെ ഡബിൾ ആണ് ഇവിടെ വരിക. അപ്പോ അതായത് ഇങ്ങനെയാണ് വരിക, ഞാൻ പറഞ്ഞുതരാം. √2^4 എന്ന് പറയുന്നതിന്റെ ആൻസർ വരിക 2² ആയിരിക്കും. എന്തുകൊണ്ട് അറിയോ, √2^4 എന്ന് പറഞ്ഞാൽ 16 ആണ്. 16 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, എത്ര അറിയാം, 4 അറിയാലോ. √2^4 √16 ആണ്. ഇതിന്റെ ഉത്തരം √16. 4 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 2² ആണ്. അപ്പൊ നോക്കിയാൽ പവറിന്റെ റൂട്ടിന്റെ ഉള്ളിൽ വരുന്ന പവർ അല്ലെ, ഈ റാഡിക്കലിനകത്തിന് വരുന്ന കൃതിയുടെ പകുതിയായിരിക്കും അതിന്റെ ആൻസർ വരിക. അപ്പൊ ഇവിടെ 6 വന്നത് കൊണ്ട് ഇവിടെ എത്ര വരുന്നത്, 12. അപ്പൊ നമുക്ക് എന്ത് എഴുതാൻ പറ്റും, √312 3/6. അപ്പൊ n എത്ര കിട്ടും, 12 എന്ന് പറയുന്ന ആൻസർ കിട്ടും. ഈ നിയമം കൃത്യമായിട്ട് അറിഞ്ഞു വെക്കണം. ഓക്കെ, ശ്രദ്ധിക്കോ, 3/5 എന്ന് വന്നാൽ √310 ആണ്. ഐഡിയ മനസ്സിലായല്ലോ. മറ്റൊരു ജനറൽ കേസ് പറഞ്ഞാൽ √3/2n ആണ് എത്ര വരിക, 3/n വരിക. ഇതിന് ഡബിൾ വരുമ്പോൾ ഇതിന് ഹാഫ് ആണ് പവറിൽ വരിക. ഐഡിയ മനസ്സിലായല്ലോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ജോമെട്രി, ത്രികോണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഒരു ത്രികോണത്തിന്റെ 2 വശങ്ങളുടെ അളവ് നമുക്ക് തന്നിട്ടുണ്ട്, 7 സെന്റിമീറ്റർ 8 സെന്റിമീറ്റർ. ഈ പറഞ്ഞിരിക്കുന്നത് മൂന്നാമത്തെ സൈഡ് ആകാൻ സാധ്യതയുള്ള ഏറ്റവും വലിയ വശത്തെ സൂചിപ്പിക്കുന്ന NL സംഖ്യ ഏതാണ്, ആ കൗണ്ടിങ് നമ്പർ ഏതാണെന്ന്. ഈ മൂന്നാമത്തെ വശമാകാൻ സാധ്യതയുള്ള ഏറ്റവും വലുത്. അപ്പൊ ത്രികോണത്തിന്റെ സൈഡ്സ് ഓഫ് ട്രയാങ്കിളിന്റെ പ്രത്യേകത എന്താ, സം ഓഫ് ഷോർട്ടർ സൈഡ്സ് ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ തേർഡ് സൈഡ് അല്ലെ. അതായത് ചെറിയ 2 വശങ്ങളുടെ തുക മൂന്നാമത്തെ വലിയ വശത്തേക്കാൾ വലുതായിരിക്കണം. ത്രികോണത്തിന്റെ മൂന്നാമത്തെ വലിയ വശത്തേക്കാൾ വലുതായി ചെറിയ 2 കൂട്ടിയാൽ, അപ്പോൾ 7ഉം 8ഉം ചെറുതാണെന്ന് കരുതിയാൽ, ഏറ്റവും വലുതാണ് കണ്ടുപിടിക്കേണ്ടത്. 7ഉം 8ഉം ചെറുതാണെന്ന് കരുതിയാൽ 7 + 8 15. 15 എന്ന് പറയുന്ന നമ്പർ ഒരിക്കലും വരില്ല. മൂന്നാമത്തെ വശത്തേക്കാൾ വലുതായിരിക്കണം. അതായത് മൂന്നാമത്തെ വശത്തേക്കാൾ വലുതായിരിക്കണം 15 എന്നർത്ഥം. 7ഉം 8ഉം കൂട്ടിയാൽ ഇതാ, ഇത് 7 ഇത് 8 ആണെങ്കിൽ മൂന്നാമത്തെ വശമാവാൻ 15 ആവാൻ പറ്റില്ല, കൂട്ടിയാൽ പറ്റില്ല. ഈ രണ്ടും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ ഇവിടെ ഉള്ളതിനേക്കാളും വലുതായിരിക്കണം. ഇവിടെ ഉള്ളതിനേക്കാളും വലുതാവണം എന്ന് പറഞ്ഞാൽ ഇവിടെ 15 ആയാൽ ഈക്വലായി. 15 ആയിട്ട് ഒരിക്കലും വരില്ല. അപ്പൊ ഇത് രണ്ടും കൂട്ടിയാൽ ഇതിനേക്കാളും വലുതല്ലല്ലോ. അപ്പൊ ഏറ്റവും വലുതായിട്ട് വരണമെങ്കിൽ ഇവിടെ എത്ര വരാം, 14 വരാം. മാക്സിമം 14 വരാം, 13ഉം വരാം എന്നൂടെ. അപ്പൊ മാക്സിമം വരാൻ പറ്റുന്നത് എത്ര എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ നമുക്ക് ആൻസർ എത്ര കിട്ടും, നമുക്ക് ഇവിടെ 14 എന്ന് കിട്ടും. ഈ 16 കിട്ടില്ല. എന്തുകൊണ്ട്, ഇപ്പൊ ഇങ്ങനെ ഒരു സൈഡ് വരില്ലല്ലോ. 7, 8, 16 എന്ന് വരാൻ പറ്റുമോ? ചെറിയ 2 സൈഡ് കൂട്ടി നോക്കിയാൽ 15. രണ്ടും കൂടെ കൂട്ടിയാൽ മൂന്നാമത്തെ വശത്തിനേക്കാൾ വലുതായിട്ട് ഇതിന്റെ സമ്മ വരണം. അപ്പൊ 7, 8, 16 എന്ന് പറയുന്ന നമ്പർ വരില്ല. പിന്നെ 15 വരുമോ? ഇല്ല. എന്തുകൊണ്ടാണ്? 15 വരുമ്പോൾ 7, 8, 15 രണ്ടും കൂടെ കൂട്ടിയാൽ ഇതിനെക്കാളും വലുതായിരിക്കണം. 7, 8, 15 വലുതല്ല. അപ്പൊ 15 വരില്ല. 8 വരുമോ? നോക്ക്, 7, 8, 8 എന്ന് വരുമോ? നോക്ക്, 7, 8, 15 കൂട്ടിയാൽ ഇതിനേക്കാളും വലുതാണ്. 7, 8, 8 വരും. പക്ഷെ ചോദ്യത്തിന്റെ പ്രത്യേകതയുണ്ട്, മാക്സിമം വലുത് എത്രയാവാം എന്നുള്ളതാണ്. അപ്പൊ 8ഉം 14ഉം ഉണ്ടാവുമ്പോൾ മാക്സിമം 14 ആവാം. ഇത് ആവാം, പക്ഷെ ഇതും ആവാം. അവിടെ 14 ഉണ്ടല്ലോ. 7, 8, 15 14നെക്കാട്ടി വലുതല്ലേ. അപ്പൊ മാക്സിമം വരാൻ പറ്റുന്ന ആൻസർ എത്ര? 14. കൺഫ്യൂഷൻ ഇല്ലാതെ തന്നെ
കാര്യങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, രണ്ടും കൂടെ കൂട്ടിയ മൂന്നാമത്തേനേക്കാളും വലിയ സൈഡിനേക്കാളും വലുതായിരിക്കണം എന്നുള്ളതാണ് നിയമം. ഓക്കെ, ഫിഫ്ത് ക്വസ്റ്റ്യൻ 1526x 1526x എന്ന് പറയുന്നത് ഒരു 5 ഡിജിറ്റ് നമ്പർ ആണ്, ഒരു 5 അക്ക സംഖ്യയാണ്. അപ്പൊ ഈ സംഖ്യയെ നമ്പറിനെ 24 കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയുമെങ്കിൽ ഈ നമ്പറിനെ ഈസ് എക്സാക്ട്ലി ഡിവിസിബിൾ ബൈ 24. എക്സാക്ട്ലി ഡിവിസിബിൾ ബൈ 24 ആണെങ്കിൽ എക്സ് എന്ന് പറയുന്നത് ഏത് നമ്പറിനെയാണ് സൂചിപ്പിക്കുന്നത് കണ്ടുപിടിക്കുന്നത്. ചോദ്യം ഒന്നുകൂടെ പറയാം. ഈ നമ്പറിനെ 24 കൊണ്ട് കറക്റ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഈ എക്സ് ഏതായിരിക്കുന്നതാണ്. അപ്പൊ നമ്മൾക്ക് എന്തൊക്കെ അറിയുള്ളൂ? നമ്മൾ പഠിച്ചത് 2, 3, 4, 5, 6, 7, 8, 9, 11, 10, 11 ഇങ്ങനെയുള്ള നമ്പറുകളാണ് പഠിച്ചിട്ടുണ്ടാവുക. നിങ്ങൾ 11ന്റെ പഠിച്ചിട്ടുണ്ടാവും, 10 പിന്നെ എല്ലാവർക്കും അറിയാം, 9ന്റെ പഠിച്ചിട്ടുണ്ടാവും, 3, 4 ഒക്കെ നിങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ടാവും, 2, 5 അതൊക്കെ ഈസിയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും നമ്പർ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. പക്ഷെ 24ന്റെ ഡിവിസിബിലിറ്റി നമ്മൾ പഠിക്കാറില്ല. അപ്പൊ നമ്മൾ എന്താണ് ഈ പഠിച്ചത് വെച്ചിട്ട് നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റുന്നതാണ് ഇവിടെ പറയാൻ പോകുന്നത്. പ്രിയപ്പെട്ട കുട്ടികളെ, 24നെ എങ്ങനെ എഴുതാം? 3 × 8 എന്ന് എഴുതാലോ. 3 × 8, അതായത് ഇതിനെ 3 കൊണ്ടും ഹരിക്കാൻ പറ്റണം ആൻഡ് ഇതിനെ 8 കൊണ്ടും ഹരിക്കാൻ പറ്റണം. ഇതാണ് ഇതിന്റെ അർത്ഥം. 3 കൊണ്ടും 8 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ കഴിഞ്ഞാൽ ഈ നമ്പറിനെ 24 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പൊ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിന്റെ ഓപ്ഷൻസ് ഉള്ളത്, ആൻസറിന്റെ ഓപ്ഷൻ 0, 3, 1, 4 ആണ് ഓപ്ഷൻ. അപ്പോ ഇങ്ങനെ വരുമ്പോ ഏതൊക്കെ ഇവിടെ വരാം എന്നുള്ളതാണ്. നോക്ക്, ആദ്യം ഇവിടെ വരുന്നത് നോക്കിയാൽ ഇവിടെ 3 വരുമോ നോക്കിയാൽ ഒരിക്കലും വരില്ല. എന്തുകൊണ്ട്? 15 263 എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല? 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. ഇത് ഇരട്ടയല്ലല്ലോ. അപ്പൊ ഒരിക്കലും 3 എന്ന് പറയുന്ന നമ്പർ അവിടെ വരില്ല. 15 261 വരുമോ? ഒന്നും വരുമോ? ഇല്ല. അത് ഒറ്റ നമ്പർ വരില്ല. ഈ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതുകൊണ്ട് ഈ അവസാനം എന്ത് വരില്ല? ഓഡ് നമ്പർ ഒരിക്കലും വരില്ല. അത് പോയി. പിന്നെ ആകെയുള്ള സാധ്യത ആരാ? 0ഉം 4ഉം ആണ് ഇവിടെ ആകെയുള്ള സാധ്യത. അപ്പൊ നോക്കാം, 15 26 0 എഴുതി നോക്കാം. നോക്ക്, ഇതിനാ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റണല്ലോ. 1 5 6, 6 2 8, 8 6 14, 1 + 5 6, 6 + 2 8, 8 + 6 14, 14 + 0 14. അപ്പൊ സം എത്ര വരിക? സം ഓഫ് ഡിജിറ്റ്സ് നമുക്ക് അക്കങ്ങളുടെ തുക നമുക്ക് എത്ര കിട്ടുക? 14 ആണ് കിട്ടുക. ഈ 14നെ ആരെ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുക? 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോ ആര് വരില്ല? 0ഉം വരില്ല. കാരണം 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റണം. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നിയമം എന്താ? അക്കങ്ങളുടെ തുകയെ 3 കൊണ്ട് ഹരിക്കാൻ പറ്റണം. സം ഓഫ് ഡിജിറ്റ്സ് ഈസ് ഡിവിസിബിൾ ബൈ 3 ആയിരിക്കണം. അങ്ങനെ ഒരു നിയമമുണ്ട്, കൃത്യമായിട്ട് പഠിക്കണേ. ഡിവിസിബിലിറ്റി ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നമ്പേഴ്സിൽ പഠിക്കണം. മാത്സ്യൂഡിന്റെ ഒരു വീഡിയോ ഉണ്ട്, ഡിവിസിബിലിറ്റി. അത് നിങ്ങൾക്ക് മാത്സ്യൂഡിൽ പോയിട്ട് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. അപ്പൊ അതൊന്ന് കൃത്യമായി പഠിക്കുക. ഒരു ചോദ്യം എപ്പോഴും പരീക്ഷയ്ക്ക് ഉണ്ടാവുന്നതാണ്. ഓക്കെ, അപ്പൊ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ആ നമ്പർ 0 ശരിയാവില്ല. അപ്പൊ പിന്നെ ഏതേ ശരിയാവുള്ളൂ? 4 മാത്രമേ ഇതില് ശരിയാവില്ല. ഇത് ശരിയാവില്ല, 4. അപ്പൊ ആൻസർ 24ന്റെ മൾട്ടിപ്പിൾ ഒന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ഓപ്ഷൻ തന്നെ നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിൽ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ അവസാനം 4 വരും. അതായത് 15 264. നിങ്ങൾക്ക് വേണം ചെക്ക് ചെയ്ത് നോക്കാം. 1 5 6, 6 2 8, 8 6 14, 4 18. അപ്പൊ 18നെ നമുക്ക് 3 കൊണ്ട് ഹരിക്കാൻ പറ്റും. പിന്നെ 264 നോക്കിയാൽ മതി, 8 കൊണ്ട് ഹരിക്കാൻ പറ്റും. അവസാനത്തെ 3 നമ്പറിന് 8 കൊണ്ട് ഹരിക്കാൻ പറ്റിയാൽ നമുക്ക് അതിനെ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. ബാക്കി നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഒഴിവാക്കി കളയാൻ പറ്റുന്നതുകൊണ്ട് നമുക്കിത് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഐഡിയ മനസ്സിലായല്ലോ? ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഡിവൈഡഡ് ബൈ 99 ആണെന്ന് വിചാരിച്ചോ. അപ്പൊ നമ്മൾ എന്താ ചെയ്യാ? ഡിവൈഡഡ് ബൈ 11 × 9. അപ്പൊ 11നെ കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റണം, പിന്നെ 9നെ കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റണം. അപ്പൊ ഈ നിയമങ്ങൾ പഠിച്ചാൽ ഇതിന്റെയും ആയി. ഓക്കെ ഓക്കെ പ്രിയപ്പെട്ട കുട്ടികളെ, ഇപ്പൊ ഈ പറഞ്ഞ ചോദ്യങ്ങളും കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. കൃത്യമായി പറഞ്ഞ് മനസ്സിലാക്കുക. എല്ലാ തവണയും വരുന്ന ചോദ്യങ്ങൾ മാത്രമാണ് ഈ സീരീസിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കാര്യങ്ങളിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിക്കുക. ഈ ചോദ്യം ഒന്നിച്ചിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ കണ്ടിട്ട് വ്യക്തമായി നിങ്ങൾക്ക് ആൻസർ എഴുതാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ ആൻസർ പോസ്റ്റ് ചെയ്യണം. ഓക്കെ, നമുക്ക് പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.